അള്ളാഹു തആല കൊടുക്കണ ഓരോ ശിക്ഷയാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലക്ഷക്കണക്കിന് ആൾ തിരുവനന്തപുരത്ത് പങ്കെടുത്തപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞെന്താ, നാലാൾക്കാർ 4 മൂലിയരട്ടികൾ അവിടുന്ന് ഇവിടുന്ന് വന്നുകാണ്ട് ഇരുന്നതാണ്. 4 മൂലിയരട്ടികളേ ഉള്ളൂ എന്നാ പറയുന്നത്. ഇപ്പൊ ആ ഗതി ആർക്കാണുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കുഞ്ഞായ്മ പ്രസംഗിക്കണേ, ആ പ്രസംഗിക്കുന്ന സമയത്ത് അത് നോക്കിയാൽ നിങ്ങൾ കസാലകളോട് പ്രസംഗിക്കുന്നുണ്ട്. ആൾക്കാരെക്കാട്ടി തോന്നെ കസാല. നിർജീവ വസ്തുക്കളോട് പ്രസംഗിക്കേണ്ട ഒരു ഗതി വന്നു. ഞാൻ അഞ്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനിയെങ്കിലും എനിക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? ആരാടിയുള്ളത്? എന്നിട്ട് നിങ്ങൾ ഭർത്താവിൻ്റെ കേട്ടാൽ പതിനായിരങ്ങൾ നിങ്ങളെപ്പോഴുള്ള മാതിരി നിങ്ങളെ ഭർത്താവിൻ്റെ കേട്ടാൽ പതിനായിരങ്ങളോട് സംസാരിക്കണ മാതിരിയാണ് നാവിൻ്റെ നീളാണ്ട് കണ്ടാലേ. എന്തായാലും ഏതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണ് ഞങ്ങളത്. 10-15 കൊല്ലമായി ഈ പണി തുടങ്ങിയിട്ട്. നേരം പോലത്തെ തന്നെ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ചിരട്ടി നൂലും പന്തലും സെറ്റും സൗണ്ടും ഒക്കെ കൂടി കൊണ്ടുപോയി കവലകളിൽ കെട്ടിണ്ടാക്കി 3 പോയി ആർപ്പം പുള്ളി ഉണ്ടാക്കിയിട്ട് നോക്കിയാൽ നിങ്ങൾ നമ്മൾ 5 8 13 തന്നെ പറയണ്ടേ. ഇത് അങ്ങനെയും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ